നമസ്കാരം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ CPIM-ഉം അതുപോലെ തന്നെ LDF-ലെ പ്രമുഖ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പറയുന്നത് അങ്ങനെയൊരു വികാരം ഇവിടെ ഇല്ല എന്നാണ്. അതായത് കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് ഭയങ്കരമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അതായത് മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത രീതിയിൽ, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ലക്ഷം കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടന്നു. സംസ്ഥാനത്തെ ജനവിഭാഗങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു ഭരണമാണ് നടന്നുപോയത്. പെൻഷൻ വർദ്ധിപ്പിച്ചു, മറ്റു പല ക്ഷേമ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു, സംസ്ഥാനത്തെ KSRTCയെ ലാഭത്തിലാക്കി. അങ്ങനെ ഭരണ നേട്ടങ്ങൾ KSRTC ബസ്സിൻ്റെ വശങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത്രയധികം ഭരണ നേട്ടങ്ങളുള്ള ഒരു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ആർക്കാണ് സമ്മതിക്കാൻ കഴിയുക? പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതിൻ്റെ ആദ്യ സൂചന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടി. അതായത് CPIM-നെ സംബന്ധിച്ചിടത്തോളവും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും എത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർ നേട്ടം കൊയ്യുക പതിവാണ്. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പോലും CPIM-നും LDF-നും കാലിടറുന്നു, വമ്പൻ തോൽവി പിണയുന്നു, UDF-ന് വലിയ നേട്ടമുണ്ടാകുന്നു, BJP അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തി തെളിയിക്കുകയും ചെയ്യുന്നു. ഇത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആദ്യ സൂചന തന്നെയാണ്. പക്ഷെ അപ്പോഴും CPM നേതാക്കളോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സമ്മതിച്ചില്ല. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള പശ്ചാത്തലമാക്കിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ LDF-ഉം മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം UDF-ഉം അതുപോലെ തന്നെ BJP-യും നടത്തി. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ മുഖം അതിന് ചെറിയ മങ്ങലേറ്റത്. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് തിളങ്ങാതെ പോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയല്ല, ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറി മറിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ തിരിച്ചു വരും, മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകും എന്നൊക്കെ കേരളത്തിലെ പല പ്രമുഖ സമുദായ നേതാക്കന്മാരെ കൊണ്ടുമൊക്കെ ഇപ്പോൾ പറയിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന സംഭവം അങ്ങനെയൊന്നുണ്ട് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന സംഭവമാണ്. അതായത് കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പാലം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ്. അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരെ പോലെയൊന്നുമല്ല, വലിയ അധികാരങ്ങളുള്ള മന്ത്രിയാണ്. മറ്റ് വകുപ്പുകളിൽ പോലും മുഹമ്മദ് റിയാസ് കൈകടത്താറുണ്ട് എന്ന വിലയിരുത്തലുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഈ രീതിയിൽ അത്രയ്ക്കും ശക്തനായ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള ഒരു മന്ത്രിയാണ് ഈ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്യുക, റോഡ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യമാണ്. നാട്ടിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വലിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടക്കുകയുമാണ്. അദ്ദേഹത്തിൻ്റെ തട്ടകമായ കോഴിക്കോട് തന്നെ ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് വരുന്നു. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി മന്ത്രി ഒരു റോഡ് ഷോ നടത്തുന്നു. തുറന്ന ജീപ്പിൽ മന്ത്രി യാത്ര ചെയ്യുന്നു. ആ സമയത്ത് കോഴിക്കോട് കളക്ട്രേറ്റിന് സമീപം സമരത്തിലുണ്ടായിരുന്ന നഴ്സുമാരെ നോക്കി കൈവീശി കാണിക്കുന്നു. പക്ഷെ തിരികെ മന്ത്രിക്ക് കിട്ടിയത് അത്ര ശുഭകരമായ കാര്യമല്ല. നല്ല ഒന്നാം തരം കൂക്കുവിളിയായിരുന്നു. മന്ത്രിയെ നടു റോഡിൽ നിർത്തി കൂക്ക് വിളിക്കുകയായിരുന്നു നഴ്സുമാർ ചെയ്തത്. നഴ്സുമാർ സമരത്തിലാണ് എന്ന കാര്യം നമുക്കറിയാം. നഴ്സുമാർ മാത്രമല്ല, ഡോക്ടർമാരും സമരത്തിലാണ്. ഈ നഴ്സുമാരുടെ ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ ഉന്നയിക്കുന്നതാണ്. ഒരു മിനിമം വേതനത്തിന് വേണ്ടിയിട്ടാണ് തൊഴിലാളി സർക്കാർ എന്നറിയപ്പെടുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന് മുന്നിൽ അവർ കഴിഞ്ഞ കുറേ നാളുകളായി കൈനീട്ടുന്നത്. പക്ഷേ അതൊന്നും വകവെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനോട് ഒരു സഹതാപപൂർണമായ നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ ഇതുവരെയും ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല. ആ സർക്കാരിൻ്റെ പ്രതിനിധിയായി എത്തിയ മന്ത്രിയെ തന്നെ നടു റോഡിൽ നിർത്തി കൂകി പ്രതിഷേധിക്കുകയാണ് നഴ്സുമാർ ചെയ്തത്. സാധാരണ രീതിയിൽ ഇങ്ങനെ CPIM-ൻ്റെ മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ കൂകി വിളിച്ചാൽ ഉടൻ തന്നെ DYFI-യുടെയും SFI-യുടെയും അതുപോലെ തന്നെ CPIM-ൻ്റെയും ഒക്കെ രക്ഷാപ്രവർത്തനം ഉണ്ടാകും എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും നിൽക്കാതെ CPIM-ൻ്റെ പരിവാരങ്ങൾ ഈ മന്ത്രിയെയും കൊണ്ട് തലതിരിച്ച് തലകുനിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം അത് സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലുമുണ്ട് എന്ന് ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാരിന് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഒരു സൂചന ലഭിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ട് ബോധോദയം വരുമോ എന്നറിയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.